നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണ കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പിടിക്കാനുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസ് ഇന്നലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുള്ള ഒരു വെള്ളക്കൊടി വീശിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് KPCC പട്ടികയെ ചൊല്ലിയുള്ള തർക്കങ്ങളും അതുപോലെ രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങളും കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പക്ഷേ ഇനിയും അതിന് മറുപടിയും പറഞ്ഞ് ആ തല്ലും പിടിയൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് കളത്തിലിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും തലസ്ഥാന നഗരിൽ കോൺഗ്രസിൻ്റെ ഈ ഒരു നഗരസഭയുടെ ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള വലിയൊരു തുറുപ്പുചീട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടും അത് നന്നായി എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ ശബരിനാഥിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു MLA പദവിയിൽ നിന്നും പിന്നെ തീരെ താഴോട്ടുള്ള പദവിയിലോട്ട് ആരും ഇത്തരത്തിൽ ഒരു നേതാക്കളും, അതായത് CPM-ലോ BJP-ലോ ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങോട്ട് വരില്ല. ഒരുപക്ഷെ ശബരിനാഥിനെ എന്നേക്കുമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഒരുപക്ഷെ ഇത് കേട്ടപ്പോൾ മനസ്സിലായി. പക്ഷെ മേയർ എന്ന ഒരു പദവിയിലേക്ക് ശബരിനാഥിനെ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു തുറപ്പുചീട്ടും വലിയൊരു സാധ്യതയുമാണ് ശബരിനാഥിനെ ഇറക്കിയിരിക്കുന്നത്. അതെന്താണെന്നുള്ള പിന്നീട് പറയാം. ഏതായാലും ഈ ഒരു പട്ടിക തയ്യാറാക്കിയത് നമ്മൾ വായിച്ചത് മുരളീധരനാണ്. മുരളീധരനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അച്ഛനെ പറ്റി പറയേണ്ടിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ തന്ത്രത്തിലെ അതിവിദഗ്ധനായ ചാണക്യൻ എന്ന് തന്നെ നമുക്ക് പറയാം K. കരുണാകരനെ. അദ്ദേഹത്തിൻ്റെ മകനല്ലേ, അപ്പോൾ ഒട്ടും അതിൽ പിന്നോക്കമില്ല. മാത്രമല്ല തഴക്കവും പഴക്കവും കുഞ്ഞുനാൾ മുതൽ കേരള രാഷ്ട്രീയത്തെ പറ്റി നല്ല ഓരോ ശ്വാസത്തിലും ഒരുപക്ഷെ അദ്ദേഹം ജനിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം എന്താണെന്ന് കേട്ട് വളർന്ന ഒരുപക്ഷെ താരം തന്നെയാണ് മുരളീധരൻ എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇത്രയും നാളത്തെ പാടവം അത് ഈ പട്ടികയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, K. മുരളീധരൻ്റെ നേതൃത്വത്തിലാണ്, ആ ഒരു നേതൃത്വ പാടവത്തിലാണ് അതിവേഗമായിട്ടുള്ള ഈ ഒരു പട്ടിക പുറത്തിറക്കിയത്. എല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു, ഒരുപക്ഷെ കോൺഗ്രസ്സുകാരെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിൽ. അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു പട്ടിക പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ മുരളീധരൻ നേരത്തെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു 2-3 മാസമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരുടെ എവിടെയാണ്, കാരണം കോൺഗ്രസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് LDFന്റെ പട്ടികയിലാണ് ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരസഭ എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 52, BJPക്ക് 35, UDFന് വെറും 10 ഒരിക്കൽ UDFന്റെ കോട്ടയായിരുന്ന തലസ്ഥാനമാണ് ഇപ്പോൾ LDFിലേക്കും BJPയിലേക്കും പോയത്. BJP ആണെങ്കിൽ വെറും 0 സീറ്റിൽ നിന്ന് 6 സീറ്റ് ആദ്യം നേടുന്നു, പിന്നെ രണ്ടാം ഘട്ടത്തിൽ 6-ൽ നിന്ന് വീണ്ടും 0-ലേക്ക് പോകുന്നു. ആ 0-ൽ നിന്നാണ് 6-ലേക്ക് വന്നിട്ട് പിന്നാണ് 35 സീറ്റ് നേടുന്നത്. അപ്പോൾ കുറഞ്ഞ ഒരു തേരോട്ടമല്ല BJPയുടെ. അതായത് വെറും 0-ൽ നിന്ന് 6, 0 ഇങ്ങനെ തുടങ്ങിയതിടത്തു നിന്നാണ് 35 സീറ്റ് നേടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് LDF ഒരു കോട്ട തീർക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് ഇറക്കിയിരിക്കുന്ന ഈ ഒരു തുറുപ്പുചീട്ട്. വല്ലാത്തൊരു തുറുപ്പുചീട്ടാണ്. ഇതിൽ ഒരുപക്ഷെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് തീർന്നു, അട്ടപടലം തീർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വലിയ ഗൗരവമായിട്ടൊന്നും കാണാറില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങുന്നത്. കാരണം LDFനും BJPക്കുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. കോൺഗ്രസിന് ആദ്യമകാലത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അവർ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അതിഭൂരിപക്ഷമൊക്കെ കിട്ടി വരാറുള്ളത്. കഴിഞ്ഞ ലോക്സഭയിൽ ഭൂരിപക്ഷം കോൺഗ്രസിനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷം കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ അവർ അടിത്തറയിലുള്ള പ്രവർത്തന രീതി ശരിയല്ല. അടിത്തറയിൽ പ്രവർത്തിക്കാൻ നേതാക്കന്മാരില്ല. ഇത് തന്നെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ അഭാവമാണ് കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എന്നാൽ ഇപ്പോൾ കാര്യം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ തലസ്ഥാനം കിട്ടണം എന്നുള്ളത് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്ത ഒരു മത്സരത്തിലേക്കാണ്, ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് കോൺഗ്രസിനെയും BJPയൊക്കെ നയിക്കുന്നത്. കാരണം ഈ തലസ്ഥാനം എന്നുള്ളത് മറ്റുള്ള ജില്ലകളെ പോലെയല്ല. ഈ തലസ്ഥാനത്തിൻ്റെ ഒരു മേയർ പദവി എന്ന് പറയുന്നത്
പറയുന്നത് സാധാരണ ഇതുപോലെയല്ല, കുറച്ചുകൂടെ അധികം പ്രാധാന്യമുള്ളതും അധികം ജോലിയുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തലസ്ഥാനം തന്നെ BJP പിടിക്കും, ഇത്തവണ പിടിക്കും. നിയമം ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഒന്ന് നൈസായിട്ടൊന്ന് പോയതാണ്, ഒരിക്കൽ കിട്ടേണ്ടതായിരുന്നു, പിന്നീട് നൈസായി പോയി. അപ്പം നിയമം ഉൾപ്പെടെയുള്ളത് BJPയുടെ ഒരു വല്ലാത്ത കോട്ടയാണ്. അപ്പോൾ തലസ്ഥാനം BJPക്ക് ഈസി ആയിട്ട് പിടിക്കാൻ കഴിയുമായിരുന്നു. കാരണം CPM-നോട് ഇപ്പോൾ LDF-നോട് ഒരു പൊതുവെ ജനത്തിന് ഒരു വിരോധാഭാസം ഉണ്ട്. അതൊരു പക്ഷേ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. BJP 35 എന്നുള്ളത് സുഖമായിട്ട് അവർക്ക് ഒരു 10 സീറ്റും കൂടെ പിടിച്ചിട്ട് അവർക്ക് 10-15 സീറ്റും കൂടെ പിടിച്ചിട്ട് അവർക്ക് കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് പോലെ അങ്ങനെ ഇരുന്ന ഒരു സന്ദർഭത്തിലാണ്, അതായത് തങ്ങൾ തിരുവനന്തപുരത്ത് അടുത്ത താമര വിരിയിക്കും എന്ന് പറഞ്ഞിരുന്ന സന്ദർഭത്തിലാണ് നമുക്കറിയാം തിരുമലയിലെ അനിൽകുമാറിന്റെ മരണം. അതൊരു പക്ഷേ കവടിയാറ്, തിരുമല, ജഗതി, പേരൂർക്കട ഇങ്ങനെയുള്ള കുറച്ച് മണ്ഡലങ്ങൾ, ഈ പറയുന്ന കുറച്ച് പ്രാദേശികമായിട്ട് ഒരു വല്ലാത്ത പ്രതിസന്ധി BJP ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിനോടൊപ്പം തന്നെ പിന്നീട് രണ്ടാമത് MS കുമാർ ഇത്തരത്തിൽ ആത്മഹത്യയുടെ വക്കിലാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്തരത്തിലൊരു ഇത് നടത്തിയിരുന്നു. അപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഒരാളിനെ ആത്മഹത്യ പ്രേരിപ്പിക്കുകയും രണ്ടാമത്തെ ഒരാൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സന്ദർഭം BJPക്ക് ആ ഒരു സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ശബരിനാഥ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും കുറച്ച് പിന്നോക്കം, ആൾക്കാരുടെ മനസ്സ് അതിൽ നിന്ന് കുറച്ച് മാറി നിന്നു. കാരണം ഈ അനിൽകുമാറിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ BJPയുടെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിനാണ് ഇത്തരത്തിലുള്ള അദ്ദേഹം ഏത് കാര്യത്തിനും മുന്നിട്ട് നിൽക്കുക. അത് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാർഡിൽ മാത്രമല്ല, തൊട്ടടുത്തടുത്ത് ഈ കവടിയാറും തിരുമല മാത്രമല്ല, ഈ പേരൂർക്കട, ജഗതി ഇങ്ങനെയുള്ള വാർഡ് മേഖലകളിലൊക്കെ നിരവധി കാര്യങ്ങൾക്കുമൊക്കെ ഇദ്ദേഹം മുന്നിട്ടിറങ്ങിയ ഒരു നേതാവാണ്. അപ്പോൾ ജനങ്ങൾക്ക് പൊതുവെ അവിടെയൊക്കെ നല്ല ഒരു ഓളം അനിൽകുമാറിന്റെ കാര്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ വല്ലാത്ത ഒരു വിരോധാഭാസം BJPയോട് ഉണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിനെ സ്വന്തം നേതാവിനെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്നുള്ളത്, എന്തുകൊണ്ട് കടക്കണിയിലാക്കി എന്നുള്ളത് ഒരു വല്ലാത്ത ഒരു വികാരം, ഒരു വേദന ഒരു പക്ഷെ ആ നാട്ടുകാർക്കിടയിലുണ്ട്. അതൊക്കെ ഇപ്പോൾ BJP വല്ലാത്ത പ്രതിസന്ധി. ഇതിനിടയ്ക്കാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ വല്ലാത്ത ഈ ഒരു പട്ടിക, അതും നിർണായകമായിട്ടുള്ള ഒരു പട്ടിക പുറപ്പെടുവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശബരിനാഥ് കേസ് കുറച്ചുകൂടി യൂത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് KSUവിന്റെ സംസ്ഥാന ജില്ലാതല പ്രസിഡന്റ് എങ്ങാണ്ട്, മറ്റേ ആ പെൺകുട്ടിയുടെ പേരെനിക്ക് വൈഷ്ണ, അങ്ങനെ കുറച്ച് നിരവധി യൂത്ത് ആൾക്കാരെയാണ് ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് തലസ്ഥാന നഗരി മുട്ടടയിൽ നിർത്തിയിരിക്കും. മുട്ടട CPM-ന്റെ മേഖലയാണ്, കോട്ടയാണ്. അത് തകർക്കാനാണ് ഇപ്പോൾ വൈഷ്ണയ്ക്ക് എനിക്ക് തോന്നുന്നു. വൈഷ്ണ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ, കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലോ പഠിക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ പറയുന്ന PSC എഴുതിയിട്ടും കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും എന്നൊക്കെ തരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ 24 വയസ്സേ ഉള്ളൂ. 24. അപ്പം നമ്മുടെ മേയറുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വൈഷ്ണവ് പറയുന്നുണ്ട്. അപ്പോൾ ശബരിനാഥ് പിന്നെ പൊതുവെ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അറിയാം, ശബരിയെ അറിയാം. അതുകൊണ്ട് തന്നെ ശബരിക്ക് ഒരു മേയർ സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നത് കുറച്ച് നന്നായിരിക്കും, കിട്ടുവാണെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു 51 സീറ്റ് ഇനി കോൺഗ്രസിൻ്റെ നിർണായകമാണ്. 10-ൽ നിന്നും ഇനി ഒരു 41 സീറ്റും കൂടെ കിട്ടിയെങ്കിലേ ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് ശബരിനാഥിനെ നിർത്താൻ പറ്റൂ. അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കിട്ടത്തില്ല. ചിലപ്പോൾ അവിടെ മാത്രം ജയിച്ചുകൊണ്ട് സാധാരണ ഒരു കൗൺസിലറായിട്ട് എങ്ങനെ പ്രവർത്തിക്കും. പക്ഷേ അവിടെ വീണ്ടും എന്തുകൊണ്ടാണ് ശബരിനാഥിനെ ഇത്തരത്തിൽ നിർത്തിയത്? ഒരു MLA ആയിരിക്കുന്ന അദ്ദേഹത്തിന് ഇനി അടുത്തൊരു മന്ത്രിതലത്തിലേക്കോ MP ആയിട്ടോ ഒക്കെയാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു കൗൺസിലർ, ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു നഗരസഭ ഇതിലേക്ക് താഴ്ത്തിക്കൊണ്ടുവന്നത്? അദ്ദേഹത്തിനോട് വല്ല വിരോധവും ഉണ്ടോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ആദ്യത്തെ ലിസ്റ്റ് മുരളീധരൻ ഇട്ടത്. എന്നിട്ടൊരു പ്രഖ്യാപനവും കൂടെ നടത്തി, മേയർ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. ഒന്ന് ആലോചിച്ച് നോക്കാം, അവിടെയും കോൺഗ്രസിന്റെ ഒരു കുതന്ത്രമുണ്ട്. കാരണം ഇനിയിപ്പോൾ ശശി തരൂർ ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ലെവലിലോട്ട് മത്സരിക്കുകയാണെങ്കിൽ, MP സ്ഥാനം പോവുകയാണെങ്കിൽ ശബരിനാഥിന് ആ ഒരു MP സ്ഥാനം നൽകിക്കൊണ്ട് മറ്റാരെങ്കിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഈ ഒരു മേയർ പദവിയിലേക്ക് കൊണ്ടുവരും. അപ്പം ഇത്തരത്തിൽ ഒരു കണക്കുകൂട്ടൽ, അതാണ് ഒരു ചാണക്യതന്ത്രം എന്ന് പറയുന്നത്. അതൊരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് പറയുന്നത്. ഈ ഉറങ്ങിക്കിടന്നിരുന്ന തലസ്ഥാന നഗരിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഉണർന്നെഴുന്നേറ്റ് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ച തലസ്ഥാന നഗരിയിൽ
നഗരിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച ഈ ഒരു ലിസ്റ്റ് എന്തുകൊണ്ടും ഉചിതമാണ്. നമ്മളൊന്ന് നോക്കൂ, ഈ കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രം മണ്ഡലം ഒക്കെ LDFന്റെ ഒരു കയ്യിലാണ്. കഴക്കൂട്ടം നമുക്കറിയാം, കടാകംപള്ളി, നേമം ശിവൻകുട്ടിയാണ് BJPക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ശിവൻകുട്ടി, VK പ്രശാന്ത് വട്ടിയൂർക്കാവ്, പിന്നെ മണ്ഡലത്തിൽ ആന്റണി ഇത്തരത്തിലുള്ള ആൾക്കാർ നിൽക്കുന്ന LDFന്റെ കൈകളിലായിരിക്കുന്ന തലസ്ഥാനത്തെ ഓരോ രീതിയിൽ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു എടുത്തുകൊണ്ട് അടുത്ത ഘട്ടം നിയമസഭയിലേക്ക് വേറൊരു തരംഗം സൃഷ്ടിക്കാനുള്ള ഈ UDFന്റെ ഈ ഒരു തേരോട്ടം. അപ്പോൾ ശരിക്കും ഫെയിമായിട്ട് നിൽക്കുന്ന കുറച്ച് MLA എന്ന് പറയുന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ MLA ആയിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ യൂത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുന്ന വ്യക്തികളെയൊക്കെ, യൂത്തിനെയൊക്കെ നിർത്തിക്കൊണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതായിരിക്കാം ഇപ്പോൾ കോൺഗ്രസിന്റെ തരംഗം. പക്ഷെ അതിന് എത്രത്തോളം LDFന് നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ മേയർ തന്നെ ആര്യ രാജേന്ദ്രൻ പോലും നിൽക്കുന്നില്ല. അത് ഒരുപക്ഷെ ശബരിനാഥിനെയാണോ അല്ലെങ്കിൽ ഈ പട്ടിക കണ്ടിട്ടുള്ള പിന്മാറ്റലാണോ? പിന്നെ CPMന് സ്വാഭാവികമായിട്ട് ആരെങ്കിലും ഒന്ന് ഉയർത്തി, ഏതെങ്കിലും ഒരു സ്ത്രീയെ ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉയർത്തത്തില്ല, ചവിട്ടി താഴോട്ടിട. അവർ ഏതെങ്കിലും തരത്തിൽ ഉയർന്ന, നമുക്കറിയാം, നമ്മുടെ ടീച്ചറുടെ ഒക്കെ കാര്യം നമുക്കറിയാം. അപ്പൊ ആരെങ്കിലും ഒരാളിനെ കുറച്ചൊന്ന് ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തിയിടും. ഇപ്പൊ ഇത്തവണ മത്സരിക്കാൻ ആര്യ രാജേന്ദ്രനില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റാരുടെ പേരായിരിക്കും ഉയർന്നത് എന്നുള്ളത് ഒരു നിർണായകമാണ്. ശബരിനാഥിനോടൊപ്പം തന്നെ മേയർ എന്ന് പറയുന്ന സ്ഥാനത്ത് ആരായിരിക്കും? നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി ആരാന്ന് ഈ കോൺഗ്രസ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ ഇടയിലുള്ള അടികൾ ഒഴിവാകും. അടി ഉണ്ടെന്ന് നാട്ടുകാരുടെ ഇടയിലുള്ള ഒരു ഭാവവും മാറുമെന്നുള്ളൂ. അത് ഇപ്പോൾ മുരളീധരൻ കൃത്യമായിട്ട് അത് മേയർ ഇന്ന വ്യക്തിയാണ്, പിന്നെ ഇനി അവിടെ ഒരു അടി ഉണ്ടാവത്തില്ല. ഇന്ന വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട്, നിങ്ങൾ ശബരിനാഥിനെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യൂ എന്നുള്ളൊരു ഒരു ചെറിയ തന്ത്രം കൂടി അതിനകത്തുണ്ട്. അതായത് ഓരോ വാർഡ് കൗൺസിലർ എന്നുള്ള സ്ഥാനാർത്ഥിക്കപ്പുറം ഇതിന്റെ പ്രധാന വ്യക്തി മേയർ എന്ന് പറയുന്ന ശബരിനാഥിനെയും കൂടെ നോക്കിക്കൊണ്ട് വേണം വോട്ട് ചെയ്യാൻ എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് കെ മുരളീധരൻ നടക്കുന്നത്. മുരളീധരന്റെ ഈ ഒരു നിലവിലത്തെ ആദ്യഘട്ട പട്ടിക ഇതൊരു 48 എണ്ണം. ഈ 48 എണ്ണം ഒരു പക്ഷേ 48 എണ്ണത്തിലെ 2 or 3 ഒക്കെ കുറഞ്ഞാലും ബാക്കിയൊക്കെ അത്രയും തൂത്തുവാരാൻ കഴിവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ BJP നിലവിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിക്കൊണ്ട്, കുറച്ചു പേരെയും കൂടെ അധികം നിർത്തിക്കൊണ്ട് കളിക്കാനുള്ള പദ്ധതികളാണ് അവരിടുന്നത്. നിലവിലുള്ള സ്ഥാനാർത്ഥികൾ എന്തൊക്കെ ആ വാർഡിൽ ചെയ്തു എന്നുള്ളതിനെ മുൻനിർത്തിയായിരിക്കും. ആ വാർഡിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിലവിലുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂട്ടാൻ സാധ്യതയില്ല. അതാണ് അങ്ങനെയെങ്കിൽ 8 നില പൊട്ടാൻ സാധ്യതയുണ്ട്. വാർഡുകളിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെങ്കിൽ അവർ കയറി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ BJP അത്തരത്തിലുള്ള ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇതിനെയൊക്കെ പടവെട്ടാൻ വേണ്ടിയിട്ട് LDF തന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരെയൊക്കെ ഇനി ഇറക്കും എന്നുള്ളത് അറിയില്ല. ഒരു മേയറൂട്ടി ഇറക്കിയത് ഇപ്പോൾ തലസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും LDFന്റെ വോട്ടുകൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ BJPയിലേക്കാണോ കോൺഗ്രസിലേക്കാണോ എന്നുള്ളത് അറിയില്ല. ശിവൻകുട്ടി പറയുന്നത് കോൺഗ്രസും CPMും BJPയും കൂടെ ചേർന്നുള്ള പരിപാടിയാണ് ഇപ്പം നടക്കുന്നത് എന്നുള്ള. അങ്ങനെയല്ല, ഒരു പക്ഷേ CPM കോൺഗ്രസ് ചേർന്നുള്ള ചില ആലോചനകൾ നടത്തിക്കൊണ്ട് BJP ഒന്ന് തലസ്ഥാനത്തു നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പട്ടിക എന്തുകൊണ്ട് നമുക്കൊരു കയ്യടി കൊടുക്കാം. ഇനി അടുത്ത പല ഇടങ്ങളിലായിട്ടുള്ള പല ജില്ലകളിൽ എത്തരത്തിലുള്ള പട്ടികയാണെന്നുള്ള കണ്ടറിയും. ഇത് തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. കാരണം ഈ ഒരു പട്ടിക വന്നപ്പം തന്നെ നമുക്ക് മനസ്സിലായി. കാരണം കുറച്ച് ഫെയിമൊക്കെയുള്ള, ഒരു കാലത്ത് MLA MP സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള, എന്നാൽ ഇപ്പോൾ നിലവിൽ സാധാരണ നേതാവായിരിക്കുന്ന പ്രവർത്തകരായിരിക്കുന്ന ചില വ്യക്തികളെ അതാത് നഗരസഭയിൽ മുൻനിർത്തിക്കൊണ്ട് യൂത്തിനെ അതിൻ്റെ ബാക്കിലായിട്ട് പലയിടങ്ങളിലായിട്ട് നിർത്തുക എന്നുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഇനി എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുറച്ച് മുതിർന്ന നേതാക്കളും യൂത്തും കൂടെ മിക്സ് ചെയ്ത് ഒരു മന്ത്രിതലത്തിലേക്ക് പോവുക എന്നുള്ളതൊക്കെ ആയിരിക്കാം. ഏതായാലും നിലവിൽ അവർ ചെയ്തത് ഏതായാലും ഇട്ടുകൊടുക്കുന്ന ബേസ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്.